നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ നമ്മളതിൽ അഭിമാനം കാണും. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന രാജ്യത്ത് പോകുന്നു, അവിടെ കിട്ടുന്ന സ്വീകരണം, അംഗീകാരം, മാന്യത, ബഹുമാനം, ഇതൊക്കെ നമ്മുടെ പല പ്രധാനമന്ത്രിമാർക്കും കിട്ടിയിട്ടുണ്ട്. നെഹ്റു, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി, അതിനുശേഷം ഭരിച്ചവരെ എല്ലാ പ്രധാനമന്ത്രിമാർക്കും അർഹിക്കുന്ന ആദരവും അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരു വിദേശ രാജ്യം സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയായ അമേരിക്ക, അവിടെ പുതിയ പ്രസിഡന്റ് ട്രംപ് ചുമതലയേറ്റു. പുതിയ പ്രസിഡന്റിനെ നമ്മുടെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത് മൈ ഫ്രണ്ട് എന്നാണ്. നല്ല കാര്യമാണ്, മൈ ഫ്രണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കാണാൻ ഞാൻ പോകുന്നു, രാജ്യത്തിന് വേണ്ടി പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു ധാരണ, പ്രതീക്ഷ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാവും. മാധ്യമങ്ങൾ ആ രീതിയിൽ അതിനെ വളരെ പ്രാധാന്യത്തോട് കൊടുക്കുകയും ചെയ്തു. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രംപ് വന്നതിന് ശേഷമുള്ള ഈ കുടിയേറ്റക്കാരെ തിരിച്ചയക്കൽ, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക്, മെക്സിക്കോ, ബ്രസീൽ തുടങ്ങി ഇക്വഡോർ, കൊളംബിയ, അവിടേക്കൊക്കെ തിരിച്ചയച്ച രീതി, അതായത് കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ട് ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച സൈനിക വിമാനങ്ങളിൽ തിരിച്ചയച്ച രീതി, അതേ രീതിയിൽ ഇന്ത്യയിലേക്കും ആദ്യ ബാച്ചിനെ സൈനിക വിമാനത്തിൽ കയ്യിലും കാലിലും വിലങ്ങ് വെച്ചിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് അയച്ചു. അമേരിക്കയുടെ ഈ നടപടിയെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കൊളംബിയൻ പറയുന്ന ഇക്വഡോറും ബ്രസീലും ഒക്കെ പ്രതിഷേധിച്ചത് നമുക്കറിയാം. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇതിലെ അതൃപ്തി പ്രകടിപ്പിക്കുന്നൊരു വാർത്താ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വന്നതാണ്. അതായത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു, അതേത് രാജ്യത്തിനും അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ തിരിച്ചയക്കുന്ന രീതി, അതിൻ്റെ മാന്യത പാലിച്ചില്ല എന്നുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് അറിയിക്കും എന്നാണ്, ട്രംപിനോട് പറയും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. എന്താണ് 2 ദിവസത്തെ സന്ദർശനത്തിന് മോദി അവിടെ എത്തി, ഗംഭീര സ്വീകരണം കിട്ടി. വൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള ഈ വളരെ പുരാതനമായ വലിയ കൊട്ടാരത്തിൽ തന്നെ താമസസൗകര്യം ഒരുക്കി. പല ലോക നേതാക്കൾ വന്ന് താമസിച്ചിടത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് താമസസൗകര്യം ഒരുക്കി കൊടുത്തു. ഒക്കെ വളരെ മാന്യമായ കാര്യം, ആദരിച്ചു തന്നെ ചെയ്തു. പക്ഷേ യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വിഷയം അവിടെ ചർച്ചയിലേ വന്നിട്ടില്ല. ഒരു പ്രതിഷേധം നമ്മുടെ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് പറയാൻ കഴിയാതെ പോയെങ്കിൽ, അത് പരസ്യമായിട്ട് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അത് വരാതിരിക്കുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ഇടിവ് സംഭവിച്ചു. അവിടെ അദ്ദേഹം, നമ്മുടെ പ്രധാനമന്ത്രി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപുമായി ചേർന്നുള്ള വൈറ്റ് ഹൗസിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടോ? എന്നാണ് പറയുന്നത്, ശ്രദ്ധിച്ചോ? അനധികൃത കുടിയേറ്റത്തെ ഒരു രാജ്യവും അംഗീകരിക്കത്തില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ട്രംപ് തൊട്ടടുത്തിരിക്കുന്നു. 101% ശരിയാണ്, അംഗീകരിക്കുന്നു. ഏത് രാജ്യത്തിനും ആ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറി വന്നവരെ തിരിച്ചയക്കാനുള്ള അവകാശവും അധികാരവും ന്യായവും ഉണ്ട്. രണ്ടാമത്തെ പറയുന്നത്, നമ്മുടെ ചില ചാനൽ, യൂട്യൂബ് മാമന്മാര് തള്ളിയ ഒരു തള്ളലുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമ്പോൾ വിഴിഞ്ഞത്തെയും അവിടെ പ്രധാന വിഷയമാക്കും. ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ സന്തോഷിച്ചു. കാരണം ഞങ്ങൾ സന്തോഷിച്ചു, നമ്മുടെ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെ പറ്റി പറയുമ്പോൾ അവിടെ പോയിട്ട് നല്ല കാര്യമല്ലേ അത്, വിഴിഞ്ഞത്ത്. അപ്പോൾ പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ തള്ളിയ മാമന്മാരൊക്കെ ഇനി വന്നിരുന്ന് എന്താ തള്ളാൻ പോണേ എന്ന് യൂട്യൂബിലൊക്കെ വന്നിട്ട് തള്ളുന്നത് നമുക്ക് ഇനി കാണണം. ഒരു വിഴിഞ്ഞും ഒന്നും അവിടെ ചർച്ചയായില്ല. ഇപ്പം എന്താ കരാറ്? 10 വർഷത്തെ ഡിഫൻസ് കരാർ. മോദി ട്രംപ് മീറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രകാരം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, F-35 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങും. അപ്പൊ ഈ ഒരു ഡീലിൽ അമേരിക്കൻ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങാൻ 10 വർഷത്തെ കരാറ് ഇപ്പോൾ ആയിട്ടുണ്ട്.
മോദി ട്രംപ് മീറ്റിങ്ങിലെ ധാരണ പ്രകാരം. അപ്പം ഇതിൽ അമേരിക്കൻ കച്ചവടം, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് യുദ്ധം അല്ലെങ്കിൽ ആയുധങ്ങൾ വിൽക്കുക എന്നാണ്, യുദ്ധോപകരണങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. അത് ഏത് രാജ്യത്ത് കൊടുത്താലും അവർക്ക് കാശ് കിട്ടണം. അപ്പം ഇപ്പം ഉണ്ടാക്കിയ കരാറിൽ അമേരിക്കൻ ഈ പറയുന്ന അതായത് F-35 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ, പിന്നെ ഡിഫൻസ് സഹകരണം പല മേഖലകളിൽ നമുക്ക് ഊഹിക്കാം അതൊക്കെ എന്തൊക്കെയാണെന്ന്. അതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടം കിട്ടുക, ഒരു മേൽക്കൈ കിട്ടുക തീർച്ചയായിട്ടും അമേരിക്കയ്ക്കായിരിക്കും. നമ്മളിപ്പോ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതിരോധത്തിന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ, ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം അതിനുള്ള വികസിപ്പിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്തിലുണ്ട്. പക്ഷെ ഇപ്പോഴുണ്ടാക്കിയ ഈ ഡിഫൻസ് കരാറിലൂടെ അമേരിക്കൻ ആയുധങ്ങളും അമേരിക്കൻ യുദ്ധസന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഇന്ത്യക്ക് തന്നിട്ട് അതിൽ നിന്ന് അമേരിക്ക നേട്ടമുണ്ടാക്കുന്ന ഒരു കരാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി എന്ത് നേടി പറയാം. അമേരിക്കൻ F-35 മറ്റും യുദ്ധവിമാനങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ വായുസേന, ആകാശസേനയൊക്കെ വളരെ, യുദ്ധമുന്നണിയൊക്കെ വളരെ ശക്തമാകും എന്നൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ കാശ് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് റഫേൽ വിമാനങ്ങളും കൊണ്ടുവന്നതുപോലെ കാശ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ അല്ല, ഈ ആത്മനിർഭർ അല്ലെങ്കിൽ ഭാരത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ബുദ്ധിയും ശക്തിയും വിഭവങ്ങൾ ഒക്കെ നമുക്കുണ്ടല്ലോ. അതല്ലേ നമ്മുടെ യഥാർത്ഥമായ മാർഗം. ചൈന അതല്ലേ ചെയ്യുന്നത്, അമേരിക്ക അതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കരാറിലൂടെ വലിയൊരു സഹകരണം നമ്മൾ അമേരിക്കയായിട്ടുണ്ടാവുന്നു, സംശയമില്ല. അതിനെ നമ്മൾ പിന്നെ ആ രീതിയിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാം. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ട്രംപും നമ്മുടെ പ്രധാനമന്ത്രിയും തീരുമാനിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഇന്ത്യക്കാരെ കയ്യും കാലിലും പിന്നെ വിലങ്ങ് കെട്ടിയിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന രീതി, അതിനെതിരെ നമ്മുടെ ഒരു പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല, നിങ്ങൾക്ക് തിരിച്ചയക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്, നിയമമുണ്ട്, പക്ഷെ തിരിച്ചയച്ച രീതി ശരിയല്ല എന്ന് ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ ഒക്കെ അവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയാതെ പോയി. അതിന് പിന്നിൽ വേറൊരു രാഷ്ട്രീയമുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ. അത് മറ്റൊരു വിഷയമാണ്, അതെല്ലാം കൂടി ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല. അപ്പോൾ വിഴിഞ്ഞ എവിടെ? മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ വിഴിഞ്ഞ എവിടെ? എങ്ങുമില്ല. തള്ളിയ മാമന്മാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. പിന്നെ എവിടെ ഒരു പ്രതിഷേധം? ഈ കയ്യിൽ കാലിലും വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതിൽ പ്രതിഷേധം. അത് യുദ്ധക്കരാർ, എത്രയോ മില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയുധ ഇടപാട് ഇന്ത്യയിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനം ഉൾപ്പെടെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് പറയാം, ട്രേഡ്, വ്യാപാര രംഗത്ത്, ട്രേഡിലൊക്കെ പിന്നെ ഇന്ത്യ അമേരിക്കയായിട്ടൊരു വലിയ ബന്ധമുണ്ട്. ഈ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു വാണിജ്യ പങ്കാളിയാണ് ഇന്ത്യ, സംശയമില്ല. അപ്പോൾ അത് പിന്നെ ഉപകരണങ്ങളായാലും, വിമാനങ്ങൾ ഉൾപ്പെടെ, യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ആയാലും, മറ്റ് അനുബന്ധ ആയുധങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും, കയറ്റുമതി ഇറക്കുമതി. അപ്പം ഇന്ത്യയുടെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയും തമ്മിലുള്ള ഒരു അനുപാതത്തിൽ ഒരു അന്തരമുണ്ട്. അത് മാറ്റിയെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു, ട്രംപ് ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള ഈ ഒരു സന്ദർശനത്തിലെ, അമേരിക്കൻ സന്ദർശനത്തിലെ നമ്മുടെ പ്രധാനമന്ത്രി പോയി വന്നതിലെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു കാര്യം, നമ്മളെല്ലാം നെഗറ്റീവ് എപ്പോഴും പറയുന്നു ആരും ധരിക്കരുത്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ ഇനി ഇങ്ങോട്ട് അയക്കുമ്പോൾ കുറച്ചുകൂടെ മര്യാദ ട്രംപ് ഭരണകൂടം കാണിക്കും. കാരണം ഇനിയും കുറേ പേരെ കൂടിക്കൊണ്ട് അയക്കാനുള്ള ലിസ്റ്റ് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രംപ് ഭരണകൂടം. അപ്പോൾ കുറച്ചുകൂടി മര്യാദ കാണിക്കും എന്ന് പ്രതീക്ഷിക്കുക. കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം, വ്യാപാര ബന്ധങ്ങൾ, യുദ്ധ സന്നാഹങ്ങൾ ഉൾപ്പെടെ, യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു 10 വർഷ കരാറുണ്ടായ സ്ഥിതിക്ക് ഇനിയുള്ള നടപടികളിൽ ഒരു മര്യാദ അമേരിക്കയും ട്രംപ് ഭരണകൂടവും കാണിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ ഒരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷേ
നമ്മൾ പ്രതീക്ഷിച്ച പലതും ഉണ്ടായില്ല. നമ്മുടെ ആത്മാഭിമാനം എന്ന് പറയുന്ന, സ്വാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ മതിയോ? നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ ഇങ്ങനെ മതിയായിരുന്നോ എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കും.